തന്നെ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ വീഡിയോ ഇന്നും ഒന്നേലും എടുത്തതൊന്നല്ല, ഏകദേശം ഒരു 2 കൊല്ലത്തിനടുപ്പിച്ച് ഈ വീഡിയോക്ക് പഴക്കുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അതായത് ഉത്തമ, ഇത് കുറച്ചധികം മുമ്പെടുത്ത വീഡിയോ ആണ്. ഇപ്പൊ അത് പോസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ എവിടുക്കല്ല, തുഷാരഗിരി വാട്ടർഫാൾസ് എന്ന് കേട്ടിട്ടില്ലേ? അവിടേക്കാണ് കേട്ടാ. ഞങ്ങൾ ഏത് ചെറിയ ട്രിപ്പ് പോവാന്നുണ്ടെങ്കിലും ആ ട്രിപ്പിന് മുമ്പിൽ ചെറിയൊരു സ്റ്റോറി ഉണ്ടാവും. ഈ ട്രിപ്പിന്റെ സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഡ്യൂട്ടിക്ക് പോവാൻ വേണ്ടിയിട്ട് ഇന്നെ കൊണ്ടാക്കി തരാൻ വന്നതാണ് എൻ്റെ മിസ്റ്റർ ഹസ്ബൻഡ്. പക്ഷെ പകുതി മുക്കാലും വഴി എത്തിക്കഴിഞ്ഞേക്കാണ് എനിക്കൊരു മൂഡ് സ്വിങ്സ് വന്നത്, ഇന്ന് വർക്കിന് പോണ്ടാന്നുള്ളത്. നോർമൽ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇജ് വർക്കിന് പോയിക്കോ, ഇതുവരെ എത്തിയതല്ലേന്ന്. പക്ഷെ എന്റെ മിസ്റ്റർ ഹസ്ബൻഡ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ആളായതോട് എന്നോട് അപ്പൊ തന്നെ പറഞ്ഞു, പോവാൻ താല്പര്യമില്ലെങ്കിൽ ഇന്ന് പോണ്ട, നമുക്ക് എങ്ങോട്ടേലും പോവാന്ന്. അങ്ങനെ ഞങ്ങൾ തെരഞ്ഞെടുത്ത സ്ഥലമാണ് തുഷാരഗിരി വാട്ടർഫാൾസ് കിട്ടോ. സത്യം പറയാന്നുണ്ടെങ്കിൽ നടന്ന് കയറി കൊയങ്ങി എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇത്. അവിടെ പോയവർക്ക് അറിയണുണ്ടാവും. അത്യാവശ്യം നമുക്ക് നല്ല നടന്ന് കയറാനുണ്ട്. അത് 3 വാട്ടർഫാൾസ് ആണ് അവിടെ ഉള്ളത്. ആ 3 വാട്ടർഫാൾസിന്റെ ഇടയിൽ തമ്മിൽ കുറച്ചധികം ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ ഡ്യൂട്ടിക്ക് പോവാത്തിന് പ്രതികാരം വീട്ടാനാവോ എന്നെ ഇത്രയും നടന്ന് കയറുന്ന സ്ഥലത്തേക്ക് കൊടുത്തിട്ടുണ്ടാവുക? ഹേയ്, അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. ഞങ്ങൾ പോയ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം അങ്ങോട്ട് കുറഞ്ഞ ടൈം ഉണ്ടാവുമല്ലോ, അതേന്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വാട്ടർഫാൾസിൽ, അതായത് ഏറ്റവും ഹൈറ്റിലുള്ള വാട്ടർഫാൾസിൽ പോയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഇത്രയും കുഞ്ഞു വെള്ളങ്ങൾ ഇങ്ങനെ അരിച്ചരിച്ച് വരുന്നതാണ്. അതിലാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ കുളിക്കാനുണ്ട്. അപ്പോൾ അതും കണ്ട് നിർവൃതി അടഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നിനി. അങ്ങനെ ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ എൻ്റെ കണ്ണിൽ പെടുന്നത്. വീഡിയോസ് റീച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് പോസ്റ്റ് ചെയ്തിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് ഇത് എടുത്ത് നോക്കുമ്പോൾ അത് വലിയൊരു മെമ്മറി അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരായിരിക്കും. ടാറ്റാ, ബൈ ബൈ.